ഒരു പ്രാവശ്യം നിങ്ങൾ ഈ സോസ് ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത്ര ടേസ്റ്റാണ് ഈ ടൊമാറ്റോ സോസിന്. നല്ല ലേസൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാനുണ്ട്. നല്ല സൂപ്പറാണിത്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തക്കാളി കൊണ്ട് നമ്മളിന്നൊരു സോസ് ഉണ്ടാക്കാൻ പോകണം. തക്കാളി സോസ്, അതായത് ടൊമാറ്റോ സോസ്. അപ്പം അത് പറിക്കാനായിട്ട് ഞങ്ങൾ മെറിനും എബിനും എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ടെറസിൽ ഇഷ്ടം പോലെ തക്കാളി ഉണ്ട് ഇപ്രാവശ്യം. നല്ല രസമാണ് കാണാൻ. അത് വെള്ളം ഒഴിക്കാൻ വരുമ്പം മെറിന് ഓരോന്ന് അകത്താക്കാറുണ്ട്. എബിനും കുറവൊന്നും അല്ല കേട്ടോ. ഇവൻ ആഴ്ച വന്നാലും അവനും അകത്താക്കുന്നുണ്ട്. കറിയൊക്കെ വെക്കാനാണെങ്കിൽ ഓടി അങ്ങോട്ട് വന്നിട്ട് തക്കാളി പിച്ചിക്കൊണ്ടാ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തക്കാളിയൊക്കെ പിടിച്ച് നിന്നാൽ നമുക്ക് അവിയൽ വെക്കുമ്പോഴും സാമ്പാർ വെക്കുമ്പോഴും തീയൽ വെക്കുമ്പോഴും ഇങ്ങോട്ട് ഓടി വരിക, തക്കാളി പറിക്കുക, കൊണ്ടുവന്ന് കറിക്കകത്ത് ഇടുക. അപ്പം നമുക്ക് സോസിന് വേണ്ടിയിട്ട് തക്കാളി പറിച്ചുകൊണ്ട് വരാം. കഴിച്ചു വേണ്ട. അപ്പം നമുക്കിങ്ങനെ കിലോ കണക്കിന് നമുക്ക് തക്കാളി പറിക്കാം അല്ലേ. അപ്പം ചിലരൊക്കെ ചോദിക്കും ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ 2 തക്കാളി പറിക്കാനാണോ എന്ന്. അതല്ല, നമുക്ക് ഇതൊക്കെ കാണുമ്പം തന്നെ ഒരു സന്തോഷം അല്ലേ. ഇഷ്ടം പോലെ തക്കാളി നോക്കിക്കേ, ഇത്രയും തക്കാളിയൊക്കെ നമുക്ക് ഒരു ട്രിപ്പ് ഇത്രയും പറിക്കാന്ന് വെച്ചാൽ എന്താ. ഇപ്പൊ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടം പോലെ തക്കാളി കിട്ടിയിട്ടുണ്ട്. അല്ലേ? അതെ അതെ, നല്ല കളറിലാണ് കിട്ടിയേക്കുന്നത്. സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല കളർ വേണം. പഴുത്ത തക്കാളി ആയിരിക്കണം. അപ്പം നമുക്കിത് ഒരു ദിവസം കൂടെ വെച്ചിട്ട് നല്ലതുപോലെ പഴുത്തതിന് ശേഷം നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പം നമുക്ക് എങ്ങനെയാണ് തക്കാളി സോസ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 750 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ പഴുത്തായിരിക്കണം. അപ്പം നമ്മൾ പറിക്കുമ്പോൾ പച്ച തക്കാളിയാണെന്നുണ്ടെങ്കിൽ അഥവാ മഞ്ഞൊടി തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം നമ്മൾ വെച്ചിരുന്നാൽ നല്ലതുപോലെ അങ്ങ് പഴുക്കും. ആ പഴുത്ത തക്കാളി വേണം നമ്മൾ എടുക്കാൻ. പച്ചത്തക്കാളി വെച്ചിട്ട് ചെയ്താൽ സോസിന് ഒരു കളർ ഉണ്ടാവത്തില്ല. അപ്പം അതിനാണ് നല്ലതുപോലെ പഴുത്ത തക്കാളി വേണമെന്ന് പറയുന്നത്. അതിപ്പം നല്ലതുപോലെ കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. തക്കാളി കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ ഭാഗം, ഈ വെളുത്ത ഭാഗം, ഈ മോടം ഭാഗം നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ബാക്കി നമുക്ക് അരിഞ്ഞാൽ മതി. നമുക്കത് അരിഞ്ഞെടുക്കാം. എല്ലാം ഇതേപോലെ അരിഞ്ഞു കൊണ്ടുവരാം. അപ്പം നമ്മുടെ തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലാത്ത സാധനം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. അപ്പോൾ 250 ഗ്രാം എടുക്കുന്നുണ്ടെങ്കിൽ 1 ഗ്രാമ്പു എടുക്കുക. 500 എടുക്കുന്നുണ്ടെങ്കിൽ 2 ഗ്രാമ്പു എടുക്കുക. ഒരു 3/4 എടുക്കുന്നുണ്ടെങ്കിൽ 3 ഗ്രാമ്പു, 1 കിലോ എടുക്കുന്ന 4 ഗ്രാമ്പു. ആദ്യമേ തന്നെ വലിയ അളവിൽ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ശരിയായില്ലെന്ന് വരും. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിൻ്റെ കൂടെ ഒരു പട്ടയും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് കുക്കറിനകത്തോട്ട് ഇടാം. കുക്കറിനകത്ത് നമ്മൾ വെക്കുമ്പോൾ ഒരു വിസിൽ കേട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വേവിക്കണം. അപ്പം അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു. നമ്മുടെ ചായക്കപ്പിന് 1 കപ്പ് വെള്ളം, ചായ കുടിക്കുന്ന 1 കപ്പിന് 1 കപ്പ് വെള്ളം. അപ്പം നമ്മൾ അതിനകത്തിട്ട പട്ടയും ഗ്രാമ്പും ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയതിന് ശേഷം മിക്സിയിൽ അടിക്കാൻ നേരം നമ്മൾ അതിൽ നിന്നങ്ങ് റിമൂവ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു വിസിൽ കേട്ടിട്ട് 5 മിനിറ്റ് സിമ്മിൽ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 4 വിസിൽ കേൾപ്പിച്ചാലും മതിയാകും. അപ്പം നമ്മുടെ കുക്കർ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മൾ തുറക്കുക. തണുത്തതിന് ശേഷം വേണം ഇത് മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട്. അപ്പം മിക്സിയിൽ അടിക്കുന്നതിന് മുമ്പായിട്ട് അതിൽ കിടക്കുന്ന ഗ്രാമ്പും ഒക്കെ നമ്മളങ്ങ് പറക്കി മാറ്റണം. പട്ട എടുത്ത് മാറ്റണം. ഈ പട്ടയൊക്കെ അങ്ങ് എടുത്ത് മാറ്റുക. നമ്മൾ 3 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് അതിനകത്ത്, അതും എടുത്ത് മാറ്റണം. അപ്പം നമ്മളിത് മിക്സിയിൽ അടിക്കുമ്പോൾ ആ വെള്ളം എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അടിക്കാൻ പാടില്ല. കാരണം ആ വെള്ളം എല്ലാം കൂടെ ജാറിൽ നിന്ന് തെറിച്ചങ്ങ് പുറത്ത് പോകും. അപ്പോൾ അത് കുറച്ച് ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, കണ്ടോ. ബാക്കി നമുക്ക് അരിച്ചെടുക്കാം. അവസാനം നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ നമുക്ക് ഞാൻ അരിച്ചെടുക്കാം. അപ്പം ഞാൻ ആ കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. കുക്കർ എനിക്ക് തവയായിട്ടും ഉപയോഗിക്കാം. ഇപ്പം ഈ കുക്കറിൻ്റെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാണല്ലോ. ഇത് കുക്കറായിട്ടും സ്ട്രെയിനറായിട്ടും തവയായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ അരിയും അതിൻ്റെ സ്കിന്നും ഒക്കെ നമ്മളങ്ങ് കളയണം. ഇതുപോലെ എല്ലാം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരിയും ഇത് തോലും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്കിനി കളയാം. ബാക്കി തണ്ട ഇതേപോലെ എല്ലാം നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന വേവിച്ച വെള്ളം കൊണ്ടല്ലോ, അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കതെല്ലാം നല്ലതുപോലെ അരിച്ച് ഇങ്ങെടുക്കാം. അപ്പം നമ്മൾ അരച്ച് വെച്ചതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ കാശ്മീരി മുളക്. അപ്പോൾ നല്ല നിറവും കിട്ടും. അല്ലാതെ തന്നെ നമ്മുടെ തക്കാളിക്ക് നല്ല നിറമുണ്ട്, കണ്ടില്ലേ. അപ്പോൾ പിന്നെ നമുക്കിനി ഷുഗർ വേണം. ഇതിലോട്ടൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം.
വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എരിവ് നമുക്ക് കുറയ്ക്കാം, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഇതിലോട്ട് നമ്മളൊരു 3 മൂടി വൈറ്റ് വിനീഗറും കൂടെ ഒഴിക്കുന്നുണ്ട്. സ്വല്പം ഉപ്പും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കൊണ്ടുപോയി നല്ലതുപോലെ തിളപ്പിക്കാം. അപ്പോൾ ഗ്യാസൊക്കെ ഓൺ ചെയ്തു. ഒരു 20-25 മിനിറ്റോളം എടുക്കും ഇത് പറ്റി വരാനായിട്ട്. അപ്പം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് തീ കൂട്ടിയിലിട്ട് എങ്ങും പൊക്കളയരുത്. ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം, അടച്ചു വെച്ചിട്ട് ചെയ്യാം. കാരണം ഇത് തിളച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിലോട്ടൊക്കെ ഒന്ന് പൊട്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഒന്ന് ചെറുതായിട്ട് തീ കുറച്ചിട്ടിട്ട് അവസാനമാകുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ആദ്യം ഒന്ന് തീ കൂട്ടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തീ കുറച്ചും കൂട്ടിയും വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിൻ്റെ എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ നമ്മൾ നോക്കണം. ഞാനൊന്ന് നോക്കിയിട്ട് ഇച്ചിരി പഞ്ചസാരയുടെ കുറവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കൂടെ ഞാൻ ഇടുകയാണ്. ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട്, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. അപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ എന്ത് രസമായിട്ടാണ് നമ്മുടെ സോസ് ഇരിക്കുന്നതെന്ന്. അപ്പം നമുക്ക് കുറി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഇതിൻ്റെ പരുവം. നമ്മൾ സോസൊക്കെ നമ്മൾ കഴിക്കുന്നവരല്ലേ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മളതിന് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ വിനീഗർ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ നാളൊന്നും നമുക്കത് സൂക്ഷിക്കാൻ പറ്റത്തില്ല. 1-2 മാസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നില്ല, അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം ചെയ്യുക. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തക്കാളിയൊക്കെ നമ്മൾ പിടിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഉണ്ടാക്കി നോക്കുമ്പോഴും നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കണം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിന്നെയും നിങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സീസണിൽ തക്കാളിക്കൊക്കെ നല്ല വിലക്കുറവൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതേപോലെ സോസൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ 4 മണി പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സോസും കൂട്ടിയൊക്കെ കഴിക്കാൻ. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് മറ്റുള്ള സംഗതികളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ സ്വന്തം ടൊമാറ്റോ കൊണ്ടുള്ളതായ ടൊമാറ്റോ സോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് നമ്മുടെ തന്നെ വീട്ടിലുള്ള ഒരു പ്രിസർവേറ്റീവ്സും യൂസ് ചെയ്യാതെ ചെയ്തെടുക്കുന്ന സോസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ അതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അതെ, അപ്പം ഇച്ചിരി മോശമായാലും നമുക്കത് രുചി തന്നെ ആയിരിക്കും. മോശമാണോ? അല്ല, അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ടൊമാറ്റോ പിടിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കൃഷി ചെയ്ത എല്ലാവരുടെയും വീട്ടിലിപ്പം ടൊമാറ്റോ ഉണ്ടായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലോട് ഒന്ന് ഫോളോ ചെയ്ത് വിട്ടേക്കുക. അവിടെയും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞങ്ങളെല്ലാവരും കൂടെ ബൈ. ബൈ.